എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ റിയാക്റ്റിൻ്റെ 5ാമത്തെ ബാച്ച് ഈ വരുന്ന സെപ്റ്റംബർ 20 സ്റ്റാർട്ടാകാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ബാച്ച് നടത്തുന്നതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ബാച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. റിയാക്ട് ബാച്ച് ആണോ നെക്സ്റ്റ് നടത്തേണ്ടത്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് JS ആണോ, അല്ലെങ്കിൽ HTML CSS JavaScriptൻ്റെ ഒരു ബേസിക് കോഴ്സാണോ നെക്സ്റ്റ് നടത്തേണ്ടതെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കഴിഞ്ഞ ബാച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ www.webdiary.org എന്ന് പറയുന്ന സൈറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ഞാനൊരു ഫോം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏത് തരത്തിലുള്ള കോഴ്സാണ് നിങ്ങൾ നോക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മളൊരു തേർഡ് പാർട്ടി പ്ലഗിൻ വെച്ചിട്ടാണ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 150ഓളം ഇമെയിൽസാണ് ഡിഫറെൻറ്റ് കോഴ്സസ് പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കിയപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് വീണ്ടും റിയാക്ട് JS ആയതുകൊണ്ട് തന്നെ നമ്മുടെ 5ാമത്തെ ബാച്ചും റിയാക്ട് JSലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. ഇനി ചിലർ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ഓൺലൈനിൽ കോഴ്സ് നടത്തുന്നത്, എല്ലാവർക്കും സ്വന്തമായിട്ട് പഠിച്ചുകൂടെ എന്നൊക്കെയുള്ള ഒരു ന്യായമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ശരിയാണ്, നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് നമുക്ക് ഒരാളെ നിർബന്ധിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ വീട്ടിലിരുന്ന് അത്യാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് HTMLഉം CSSഉം JavaScriptഉം റിയാക്റ്റും എല്ലാം ഒരു 3 to 6 months തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കാരണം അതിന് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. പക്ഷേ റിയാക്റ്റിൻ്റെയൊക്കെ കേസ് വരുമ്പോൾ ചില കൺസെപ്റ്റ് നമുക്ക് ഒരാൾ അടുത്തിരുത്തിയൊക്കെ ഒന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും പേര്, ഈ ഒരു 1-2 പേരല്ല നമ്മുടെ അടുത്ത് ഇങ്ങനൊരു കോഴ്സ് ചെയ്യാവോ എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരു 150ഓളം പേരാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എത്ര പേര് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ളതും എനിക്കറിയത്തില്ല. നമ്മൾ അത്രയും 150 പേരെ വെച്ചൊന്നും നമ്മളിതുവരെ കോഴ്സ് നടത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയും പേര് നമ്മളോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുമ്പം ഞാനാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ കൂടെ പഠിപ്പിക്കാൻ പോകുന്ന ജിൻസം ബ്രോയ്ക്കാണെങ്കിൽ ഏകദേശം 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിലും ആരെങ്കിലും വന്നിട്ട് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാമോ, എനിക്ക് ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുമ്പം ഞാനും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരാളാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു ഒരു വർക്കിംഗ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളും ഇന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അവരൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽസ് വന്നിട്ട് ഇൻഡസ്ട്രിയിൽ എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് ഉള്ള ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന വലിയൊരു നേട്ടം. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ, ഇപ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിലേക്ക് വരും, നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ടാസ്ക് തരുന്നുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ് കാട് കയറുകയാണ്. അതായത് ഇനി നമുക്ക് നോക്കേണ്ടത് ഈ റിയാക്റ്റ് കോഴ്സ് എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഒബ്വിയസ്ലി നമ്മൾ മലയാളത്തിലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കൺസെപ്റ്റ്, ഇപ്പോൾ ഹുക്കിനകത്തുള്ള ഒരു യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഒരു ഹുക്കാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ തിയറി നോക്കിയിട്ട് അതുമായിട്ട് നമ്മളൊരു കുഞ്ഞൊരു പ്രോജക്റ്റ് ആ യൂസ് സ്റ്റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് നോക്കും. അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു മെയിൻ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു മെയിൻ പ്രോജക്റ്റിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും നമ്മൾ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, എത്ര ആൾക്കാരുണ്ടോ അത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് അവർക്കൊരു അല്ലാത്തൊരു പ്രോജക്റ്റ് കൂടി സൈഡായിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അപ്പം അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായിക്കാനുള്ള ഒരു മനസ്സും. അപ്പോൾ ഒരു കമ്പനിയിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് നമ്മുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കണക്കാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30-നും 40-നും ഇടയ്ക്ക് 30 to 40 ഡേയ്സിലായിരിക്കും നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ എല്ലാ ബാച്ചിലും നമ്മൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത്
ഇങ്ങനെ ചില ആൾക്കാർ ഇത് പുതിയതായിട്ട് പഠിക്കുമായിരിക്കും. അപ്പോൾ അവർക്ക് കണ്ടിന്യൂസ് 5 ദിവസം ഈ ഒരു കാര്യം ഇങ്ങനെ നമ്മുടെ ബ്രെയിനിലേക്ക് കയറുമ്പം കുറച്ചൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ബുധനാഴ്ച തൽക്കാലം ക്ലാസ് വെക്കുന്നില്ല. അപ്പോൾ തിങ്കൾ ചൊവ്വ പഠിക്കുന്നു, ബുധനാഴ്ച ചെറിയൊരു ബ്രേക്ക്, പിന്നെ വ്യാഴം വെള്ളി നമ്മൾ വീണ്ടും ക്ലാസ്സിലേക്ക് വരുന്നു. പിന്നെ ശനി ഞായർ നമുക്ക് ക്ലാസ് ഇല്ല. അത് നിങ്ങൾക്ക് സ്വയം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ്റേൺ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ www.webdiary.org എന്ന് പറയുന്ന സൈറ്റിൽ പോവുക. അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ കോഴ്സിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത്, പിന്നെ ഏതൊക്കെ മൊഡ്യൂൾസാണ് നമ്മൾ റിയാക്ട് JSൽ കവർ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്, സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളും നമ്മൾ ആ ഒരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റിൽ തന്നെ നമ്മുടെ ജിമെയിലും ഒരു ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, ഇനി കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പം നമ്മുടെ കഴിഞ്ഞ ബാച്ചസിലൊക്കെ ഇത് പഠിച്ച് തീർച്ചയായിട്ടും ജോലിക്ക് കയറണം എന്ന് ആഗ്രഹിച്ച് വന്ന എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽസാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഡേ ടു ഡേ ആക്ടിവിറ്റീസും ട്രാവലിങ്ങും ഫാമിലി ടൈമും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്കുള്ള വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിൽ നിന്നാണ് നമ്മൾ സമയം കണ്ടെത്തി 1-2 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കിപ്പം ഒരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഒക്കെ തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലൊരു ഫേം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കുറേ കമ്പനീസായിട്ട് ടൈപ്പ് ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം ഉപയോഗിച്ച് നല്ല രീതിയിൽ ഞങ്ങൾക്ക് റിയാക്ട് JS എന്താണെന്നും അതിലെങ്ങനെയാണ് പ്രോജക്ട്സ് ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞു തരാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു ഉറപ്പാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത്. അപ്പം എൻ്റെ കഴിഞ്ഞ ബാച്ചസിലെ കുട്ടികളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് പഠിച്ചെടുത്ത് ജോലി ആവണം എന്ന് തീരുമാനിച്ച് വന്നവർക്കെല്ലാം തന്നെ ജോലി ആയിട്ടുണ്ട്. കാരണം ഇത് കൊണ്ടിരിക്കുമ്പോഴും പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഇടേണ്ട ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇപ്പം അത്യാവശ്യം നല്ല ഓപ്പണിങ്സ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പോഴാണെങ്കിലും കഴിഞ്ഞ ബാച്ചിലൊരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ 2 റൗണ്ട് പാസ്സായി. JSനകത്തും റിയാക്ട് JSനകത്തും ചോദിച്ച ചോദ്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവന് ഉത്തരം കൊടുക്കാൻ പറ്റിയെന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ 2 ബാച്ചിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള 2 പേരെ കൂടി നമ്മൾ ഈ ഒരു ബാച്ചിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരും നിങ്ങളെ സഹായിക്കും. അതായത് എങ്ങനെയായിരിക്കണം ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അവരെ കൊണ്ട് കഴിഞ്ഞ ബാച്ചിലൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിപ്പിക്കുമായിരുന്നു. അപ്പം ഒരു റാൻഡം ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അവരെ കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂവിൽ ആ ഒരു അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പേടി മാറി കിട്ടുക. അപ്പം നമ്മളെ കൊണ്ട് പറ്റാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, അതായത് നിങ്ങൾക്ക് റിയാക്ട് JS കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു www.webdiary.org എന്ന് പറയുന്ന സൈറ്റിൽ പോവുക, കൂടുതൽ ഇൻഫർമേഷൻ നോക്കുക. താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.